അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും SEO കടുങ്ങൂത്തി മിനിറ്റിൻ്റെ ഈദ് സന്തോഷങ്ങൾ. ഈ കോവിഡ് കാലത്ത് നമുക്കൊരിക്കലും ഒരുമിച്ചിരുന്നു കൊണ്ടുള്ള ഒരു ആഘോഷത്തിനും സാധ്യമല്ലല്ലോ. അതുകൊണ്ടാണ് SEO കടുങ്ങൂത്തി മിനിറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോം സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു ആഘോഷത്തിന് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഈ പരിപാടിക്ക് നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും സഹകരണവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وكفى. الصلاة والسلام على رسول الله المصطفى وعلى آله وصحبه المجتبى ومن تبعهم بإحسان إلى يوم الدين المرتضى. സ്നേഹാദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് SEO കടുങ്ങൂത്ത് യൂണിറ്റ് സംഘടിപ്പിച്ചിരിക്കുന്ന മെഹ്ഫിൽ ഓൺലൈൻ മീറ്റ്, അതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമുക്കറിയാം, ബലിപെരുന്നാൾ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ ത്യാഗോജ്വലമായ ജീവിതത്തിൻ്റെ സ്മരണകളുടെ അനുരണനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് മുസ്ലിം ലോകം അത് ആഘോഷിക്കുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, അതുപോലെ തന്നെ പത്നി ഹാജറ ബീവി, ഈ 3 കഥാപാത്രങ്ങളാണ് ബലിപെരുന്നാളിൽ നമ്മുടെ മുമ്പിൽ എത്തിച്ചേരുന്നത്. ജീവിതത്തിൽ വലിയ ത്യാഗങ്ങൾ അനിവാര്യമാണ് എന്ന്, ത്യാഗോജ്വലമായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്നവർക്കേ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വലിയ ഒരു സന്ദേശവും പാഠവുമാണ് ആ കുടുംബം നമുക്ക് നൽകുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ധാരാളമായി സംസാരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ സംബന്ധിച്ചാണ് ഒരു മുസ്ലിം എന്ന രീതിയിൽ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം സ്ഥലങ്ങളിൽ സൂചിപ്പിച്ചത് കാന ഹനീഫൻ മുസ്ലിമൻ, അദ്ദേഹം സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന് സർവാത്മന സമർപ്പിച്ചവനായിരുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ, ജീവിതത്തിൻ്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെ കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഓരോ പരീക്ഷണങ്ങളെയും വളരെ ത്യാഗോജ്വലമായ രീതിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജയകരമായി തരണം ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ലോക ജനതകൾക്കാകമാനം ഒരു ഇമാമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയും ചെയ്തത്. തൻ്റെ സമൂഹത്തിലുള്ള കൊള്ളരുതായ്മകളോട് കടുത്ത കലാപം നടത്തിയ, അതല്ലെങ്കിൽ ഒച്ചവെച്ച, സമരം ചെയ്ത വ്യക്തിത്വമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. തൻ്റെ കുടുംബത്തിൽ നിന്ന് തുടങ്ങി തൻ്റെ സമൂഹത്തിലൂടെ സഞ്ചരിച്ച് പിന്നീട് ഭരണാധികാരികളോട് വരെ കലഹിച്ച ഒരു വ്യക്തിത്വത്തെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഓരോ സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നവരെ മുഴുവൻ ഈമാനികമായ ആവേശത്തോടുകൂടി അദ്ദേഹം നേരിട്ട ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശവും. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് ആറ്റുനോറ്റുണ്ടായ ഒരു സന്താനമുണ്ട്, ഇസ്മായിൽ അലൈഹിസ്സലാം.
ഏതാണ്ട് 85-ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് ഇസ്മായിൽ എന്ന ഒരു സന്താനം ഭൂജാതനായിത്തീരുന്നത്. അഥവാ അങ്ങനെ ഒരു സന്താനത്തെ ലഭിക്കുന്നത് നിരന്തരമായ പ്രാർത്ഥനകൾക്കൊടുവിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് അങ്ങനെ ഒരു സന്താനത്തെ ലഭിക്കുന്നത് എന്ന് നമുക്കറിയാം. അതായത് അദ്ദേഹം ഒരിക്കലും തന്നെ നിരാശപ്പെട്ടില്ല, അദ്ദേഹം ഒരിക്കലും തന്നെ അസ്വസ്ഥപ്പെട്ടില്ല. ഓരോ സന്ദർഭങ്ങളിലും അദ്ദേഹം അള്ളാഹുവിന്റെ മുമ്പിൽ നിരന്തരമായ പ്രാർത്ഥനയിലായിരുന്നു. തനിക്ക് ഒരു സന്താന സൗഭാഗ്യമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു സന്താനത്തെ പ്രദാനം ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പ്രാർത്ഥിക്കുകയായിരുന്നു, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, എന്റെ നാഥ, നീ എനിക്ക് സൽവൃത്തനായ ഒരു സന്താനത്തെ പ്രദാനം ചെയ്യണമേ എന്ന്. അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സന്താനത്തെ നൽകി. എന്തായിരുന്നാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പ്രതീക്ഷകൾ ഇസ്മായിലിലൂടെ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ആ ഇസ്മായിലിനോടുള്ള അമിതമായ സ്നേഹം അള്ളാഹുവിനോടുള്ള സ്നേഹത്തെക്കാൾ മറികടക്കുന്നുവോ എന്ന ഒരു സംശയമുണ്ടായപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചു, നീ നിന്റെ മകനെ അറുക്കണമെന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം യാതൊരുവിധ സങ്കോചവും കൂടാതെ അത് നടപ്പാക്കുവാൻ വേണ്ടി സന്നദ്ധമാവുകയുണ്ടായി. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മാത്രമല്ല, അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ തയ്യാറാവുകയാണ് ചെയ്യുന്നത്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ശിക്ഷണത്തിൽ വളർന്ന ഇസ്മായിൽ നബി അലൈഹി സ്വലാം പിതാവിനോട് പറയുന്ന ചില സന്ദർഭങ്ങളുണ്ട്. പിതാവേ, താങ്കൾ എന്നെ അറുത്തുകൊള്ളുക, അതാണല്ലോ താങ്കളോടുള്ള കൽപ്പന. അള്ളാഹുവിന്റെ കൽപ്പന നടപ്പാക്കുക എന്നുള്ളതിൽ മറ്റൊന്നും നമുക്ക് തടസ്സമായി കൂടാ. അതുകൊണ്ട് ചില നിർദ്ദേശങ്ങളുണ്ട്. താങ്കൾ എന്നെ കമിഴ്ത്തി കിടത്തണം. അതുപോലെ തന്നെ താങ്കൾ നല്ല മൂർച്ചയുള്ള കത്തിയാണ് എടുക്കേണ്ടത്. എൻ്റെ കൈക്കാലുകൾ താങ്കൾ ബന്ധിക്കണം. അപ്പോൾ എനിക്ക് താങ്കൾ അറുക്കുമ്പോൾ ഞാനെങ്ങാനും അറിയാതെ പിടഞ്ഞ് ഓടിപ്പോയാലോ, അതല്ലെങ്കിൽ താങ്കളുടെ കൈകൾക്ക് ദുർബലത സംഭവിച്ചു പോയാലോ, താങ്കൾക്ക് എൻ്റെ കവിള് കാണുമ്പോൾ, മുഖം കാണുമ്പോൾ ഒരുപക്ഷെ താങ്കൾക്ക് എന്നെ അറുക്കുവാൻ സാധിച്ചില്ലെങ്കിലോ, അതുകൊണ്ട് ഇതൊക്കെ ചെയ്തുകൊണ്ട് താങ്കൾ എന്നെ അറുക്കുക. ഇങ്ങനെ അറുക്കുവാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് തൻ്റെ മകനെ എന്ന് ഹാജറക്കറിയാമായിരുന്നു. അതിനുവേണ്ടി പ്രത്യേകം ഹാജറ ബീവി ഇസ്മായിലിനെ കുളിപ്പിച്ച് അങ്ങനെ സന്തോഷത്തോടു കൂടിയാണ് അയക്കുന്നത്. നോക്കൂ സഹോദരന്മാരെ, ഇതാണ് യഥാർത്ഥത്തിൽ ഈ ബലിപെരുന്നാളിന്റെ വലിയ സന്ദേശം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതായത് പിതാവാകട്ടെ, മകനാകട്ടെ, അതല്ലെങ്കിൽ പത്നിയാകട്ടെ, ഉമ്മയാകട്ടെ, ആരായിരുന്നാലും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് മുമ്പിൽ തങ്ങൾ ഒന്നുമല്ല എന്നും അള്ളാഹുവിന്റെ കൽപ്പനകൾ പരിപൂർണമായി പാലിക്കുവാൻ തങ്ങൾ ബാധ്യസ്ഥരാണ് എന്നും ഈ ഒരു സന്ദേശമാണ് ഈ ബലിപെരുന്നാളും ബലിയും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രത്യേക നമ്മുടെ പുതിയ സാഹചര്യം നമുക്കറിയാം. അതായത് ഭരണകൂട ഭീകരതയുടെയും വംശീയ അതിക്രമങ്ങളുടെയും എത്രത്തോളം എന്ന് പറഞ്ഞാൽ പിഞ്ചു പൈതങ്ങളെപ്പോലും തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ച് അവസാനം അനീതിക്കിരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ, വലിയ വലിയ പരീക്ഷണങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ, ഈ സന്ദർഭങ്ങളെ നമ്മൾ ത്യാഗോജ്ജലമായ സമർപ്പണത്തിന്റെ വഴികളിലൂടെ നമുക്ക് തരണം ചെയ്യുവാൻ വേണ്ടി സാധിക്കേണ്ടതുണ്ട്. അതിന് സർവശക്തൻ നമ്മെ തുണക്കണം. സർവശക്തൻ നമ്മെ തുണക്കാൻ അതിനുള്ള സന്നദ്ധത നമ്മൾ കാണിക്കണം എന്നാണ് പ്രത്യേകമായി ഉണർത്തുവാനുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കോവിഡ് മഹാമാരിയുടെ ഈ സന്ദർഭത്തിൽ, ഇങ്ങനെയുള്ള പ്രത്യേക പശ്ചാത്തലത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ അദ്ദേഹം പകർന്നു നൽകിയ ആ ജീവിത അനുഭവങ്ങളും സന്ദേശങ്ങളും ഒക്കെ ജീവിതത്തിൽ ആവാഹിച്ചെടുത്തുകൊണ്ട് അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിന് പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം എന്നതാണ് ഇതിനോടനുബന്ധിച്ച് എല്ലാവരോടും നൽകുവാനുള്ള പ്രത്യേകമായ സന്ദേശം. ഈ സന്ദർഭത്തിൽ ഇതിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച SIO കടുങ്ങൂത്ത് യൂണിറ്റിനെ പ്രത്യേകം പുകഴ്ത്തുകയും അവർക്ക് അനുമോദനങ്ങളും ആശീർവാദനങ്ങളും നൽകുകയും ചെയ്യുകയാണ്. അഥവാ ഈ രീതിയിൽ ലോക്ക്ഡൌണിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ ആളുകൾക്ക് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ കൈമാറുവാൻ വേണ്ടി അവർ സ്വീകരിച്ചിരിക്കുന്ന ആഘോഷങ്ങളുടേതായ എല്ലാ രീതികളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ
എന്നാൽ അതേ സന്ദർഭത്തിൽ ആവേശത്തിന്റെയും ത്യാഗത്തിന്റേതുമായ സന്ദേശങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയും അതുപോലെ തന്നെ അവർക്ക് പ്രത്യേകമായ അനുമോദനങ്ങൾ അർപ്പിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം എല്ലാവർക്കും പെരുന്നാളിനോടനുബന്ധിച്ചുള്ള എല്ലാവിധ ആശംസകളും നേരുകയാണ്. സർവശക്തനായ തമ്പുരാൻ നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, നാം ഇന്ന് ഈദുൽ അദ്ഹ അഥവാ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. ലോകം മുഴുവൻ ഈ ജൂലൈ 31 ഒരേ സമയത്ത് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മളും അതിൽ പങ്കാളികളാകുക. വളരെ ത്യാഗോജ്വലമായ ഒരു ജീവിതത്തിൻ്റെ പുനരാവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മ പുതുക്കൽ ആണ് ഈദുൽ അദ്ഹ. ഇസ്ലാമിലെ 2 ആഘോഷങ്ങൾ ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയുമാണ്. ഈദുൽ ഫിത്ർ പരിശുദ്ധ റമദാനിന് പരിസമാപ്തിയായിക്കൊണ്ട് നടത്തപ്പെടുന്ന ആഘോഷവും, ഈദുൽ ഫിത്ർ ഈദുൽ അദ്ഹ ഹജ്ജിനോട് അനുബന്ധിച്ച് പ്രവാചക പ്രപിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെയും അദ്ദേഹത്തിൻ്റെ പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെയും ഓർമ്മ പുതുക്കിക്കൊണ്ട് മുസ്ലിം ലോകം ആഘോഷിക്കുന്നതാണ്. 2 ആഘോഷങ്ങളും ഇസ്ലാമിൽ വളരെ പുണ്യകരമായ കാര്യങ്ങളുമാണ്. എന്നാൽ ഈ കൊല്ലത്തെ 2 ആഘോഷങ്ങളും ഒരു വലിയ മഹാമാരിയിൽ മുങ്ങി ലോകം ആഘോഷിക്കാൻ കഴിയാത്തൊരവസ്ഥയിലെത്തി നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിലും ത്യാഗത്തിൻ്റെയും പരസ്പര സഹായത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശമോതുന്ന ഈ ബലിപെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ പരസ്പരം താങ്ങും തണലുമാകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധികളിൽ പടച്ചവനോട് തവക്കുൽ ചെയ്തും അവനോട് പ്രാർത്ഥിച്ചും സഹജീവികൾക്ക് സഹായവും സഹകരണവും എത്തിച്ചും നമുക്ക് ഈ പെരുന്നാളിനെ അർത്ഥവത്താക്കാവുന്നതാണ്. ആ അർത്ഥത്തിൽ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമയും കാണിച്ചു തന്ന ത്യാഗത്തിൻ്റെ മാർഗങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ പെരുന്നാളിനെ എടുക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇത് പറയുന്നത് പ്രത്യേകിച്ചും കടുങ്ങൂത്ത് SIO യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ഈദ് മഹഫിൽ എന്നുള്ള ഒരു ഓൺലൈൻ പ്രോഗ്രാമിലൂടെയാണ്. അപ്പം അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എല്ലാ കാലത്തും നമ്മൾ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ സ്റ്റേ അറ്റ് ഹോം കീപ്പ് എവേ എന്ന് പറയുന്ന ഈ കാലത്ത് നമുക്കിങ്ങനെ ആഘോഷിക്കാൻ നിർവാഹമുള്ളൂ. പുതിയ നൂതന മാർഗം കണ്ടെത്തി ഈ ആഘോഷം അർത്ഥപൂർണമാക്കാൻ ശ്രമിച്ച എല്ലാ ഇതിൻ്റെ സംഘാടകർക്കും, പ്രത്യേകിച്ച് കടുങ്ങൂത്ത് SIO യൂണിറ്റിനും എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. لبيك اللهم لبيك اللهم لبيك اللهم لبيك لبيك اللهم لبيك.
പ്രിയ നിറഞ്ഞ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും കഥകൾ പറയുന്ന ബലിപെരുന്നാൾ ഒരിക്കൽ കൂടി നമ്മളിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി വസ്സലാം തൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിച്ച പ്രതിസന്ധികളുടെയും പരീക്ഷണങ്ങളുടെയും വിജയമായിട്ടാണ് നാം ഓരോരുത്തരും എല്ലാ വർഷവും ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. തൻ്റെ വാർദ്ധക്യത്തിൽ തനിക്ക് സമ്മാനമായി അള്ളാഹു നൽകിയ അനുഗ്രഹമായിരുന്നു മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം. പക്ഷേ ആ ഒരു സമയത്തും അള്ളാഹുവിൻ്റെ പരീക്ഷണം എന്നർത്ഥത്തിൽ തൻ്റെ മകനെ ബലിയറുക്കണമെന്ന് അള്ളാഹു ആവശ്യപ്പെടുകയും, എന്നാൽ വളരെ സങ്കടത്തോടു കൂടിയിട്ടാണെങ്കിലും അള്ളാഹുവിൻ്റെ ആജ്ഞ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ മകനെ അറുക്കാൻ തയ്യാറാവുകയായിരുന്നു. ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലും എത്രത്തോളം നാം അള്ളാഹുവിൽ സമർപ്പിതരായി എന്നുള്ളതാണ്. നമ്മുടെ സന്താനങ്ങളെക്കാളും സമ്പത്തിനേക്കാളും മറ്റനുഗ്രഹങ്ങളെക്കാളും നമുക്ക് വലുത് അള്ളാഹുവാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഉറപ്പിച്ച് തീരുമാനിക്കേണ്ടതാണ്. പ്രിയം നിറഞ്ഞ നാട്ടുകാരെ, വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ഈ ഈദ് ആഘോഷിക്കുന്നത്. കോവിഡ് എന്ന മഹാമാരി നമ്മുടെ ലോകത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ സാധാരണ ആഘോഷിക്കുന്നത് പോലെ നമ്മുടെ കുടുംബ വീടുകളും അയൽപ്പക്ക വീടുകളും സന്ദർശിച്ച് നമ്മളുടെ സൗഹൃദം പുതുക്കുന്ന ഒരു സാഹചര്യം നമ്മളിൽ നിന്ന് വേറിട്ട് നിന്നിരിക്കുകയാണ്. ഈ ഒരു വേളയിലാണ് കടുങ്ങൂത്ത് SIO യൂണിറ്റ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഈദ് മെഹഫിൽ വളരെയധികം പ്രസക്തമാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാ SIO പ്രവർത്തകർക്കും വളരെയധികം ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം എന്നെ വീക്ഷിക്കുന്ന എല്ലാ ആളുകൾക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സോളിഡാരിറ്റിയുടെ ഈദ് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. മണം വീശും കാറ്റേ വന്ന് വിഷുവിൻ്റെ കഥ പറഞ്ഞാട്ടെ. മുഖം പൊത്തി സുലൈഖപ്പൂവീവി പണ്ട് മുഹബത്താലല്ലേ ചിരി തൂകി. അസമുല്ല മണം വീശും കാറ്റേ വന്ന് വിഷുവിൻ്റെ കഥ പറഞ്ഞാട്ടെ. മുഖപൊത്തി സുലൈഖപ്പൂവീവി പണ്ട് മുഹബത്താലല്ലേ ചിരി തൂകി. ഇഷ്ടത്തിക്ക് യൂസുഫിനോട് ഇഷ്ക് തിങ്ങി നിന്നില്ലേ. മുഞ്ചിൽ മികച്ച പ്രവാചകനെ തൻ പുഞ്ചിരി കൊണ്ട് വലച്ചില്ലേ. ഇഷ്ടത്തിക്ക് യൂസുഫിനോട് ഇഷ്ക് തിങ്ങി നിന്നില്ലേ. മുഞ്ചിൽ മികച്ച പ്രവാചകനെ തൻ പുഞ്ചിരി കൊണ്ട് വലച്ചില്ലേ. ആ തിരുദൂതൻ ഒഴിഞ്ഞകലുമ്പോൾ സുന്ദരി ചെന്ന് പിടിച്ചില്ലേ. പ്രേമിക്കാതെ പോകല്ലേ, ഈ പ്രേമം വിട്ടുകളയല്ലേ.
മിസിരിൻ്റെ കഥ പറഞ്ഞാട്ടെ. മുഖം പൊത്തി സുലൈഖപ്പൂ ബീവി പണ്ട് മുഹബത്താലല്ലേ ചിരി തൂകി. ആക്ഷേപത്താൽ മത്സരമൊന്നും നടന്നില്ലേ. തേങ്കനി വെച്ച് മുറിക്കാനായി മംഗലം കത്തിയെടുത്തില്ലേ. തത്സമയത്തിനാക്ഷേപത്താൽ മത്സരമൊന്നും നടന്നില്ലേ. തേങ്കനി വെച്ച് മുറിക്കാനായി മംഗലം കത്തിയെടുത്തില്ലേ. പൊന്നോളി യൂസുഫ് അടുത്തു വരുമ്പോൾ കണ്ണുകൾ അന്താളിച്ചില്ലേ. ലക്ഷ്യം തെറ്റിപ്പോയില്ലേ, ആ തങ്ക കൈ മുറിഞ്ഞില്ലേ. അസമുല്ല മണം വീശും കാറ്റേ വന്ന് മിസിരിൻ്റെ കഥ പറഞ്ഞാട്ടെ. മുഖം പൊത്തി സുലൈഖപ്പൂ ബീവി പണ്ട് മുഹബത്താലല്ലേ ചിരി തൂകി. അസമുല്ല മണം വീശും കാറ്റേ വന്ന് മിസിരിൻ്റെ കഥ പറഞ്ഞാട്ടെ. മുഖം പൊത്തി സുലൈഖപ്പൂ ബീവി പണ്ട് മുഹബത്താലല്ലേ ചിരി തൂകി. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സയോ സംസ്ഥാന ക്യാമ്പയിൻ്റെ ഭാഗമായി സയോ കടങ്ങൂത്ത് യൂണിറ്റ് ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഈദ് മഹ്ഫിൽ എന്ന പരിപാടി സങ്കല്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ത്യാഗപൂർണമായ ജീവിതമാണ് ബലിപെരുന്നാളോടെ നമ്മൾ ഓർത്തെടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.
അകലെ അകലെ പള്ളി മിനാര അഹദിൻ മദഹ് വാഴ്ത്തും നേരം തുടരും നോവിനിരുളിൽ നിന്റെ വചനം കാതിലുണരുന്നു പകലും രാവും ഒരുപോൽ നിന്റെ കനിവിൻ കാവലൊഴുകുന്നു. പാൽപ്പൂവിലെ പൊന്നാളമായി പുണ്യബിലാലിൻ നാദം കാരുണ്യമേ നീകിടും അലിവിന്നുറവായെന്നും തക്ബീറിൻ മന്ത്രധ്വനിയിൽ ഇരുൾ മെല്ലെ നീങ്ങും നേരം സ്തുതി ചൊല്ലിയെന്നും ഹൃദയം സുബ്ഹാന്റെ സവിധം തേടും. ആലംബമേ നീയല്ലയോ ആദ്യവും അന്ത്യവുമെന്നും. അകലെ അകലെ പള്ളി മിനാര അഹദിൻ മദഹ് വാഴ്ത്തും നേരം തുടരും നോവിനിരുളിൽ നിന്റെ വചനം കാതിലുണരുന്നു പകലും രാവും ഒരുപോൽ നിന്റെ കനിവിൻ കാവലൊഴുകുന്നു. അകലെ അകലെ പള്ളി മിനാര അഹദിൻ മദഹ് വാഴ്ത്തും നേരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഈദ് സുദിനത്തിൽ SAO കടുങ്ങൂത്തി യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ഈദ് മഹഫിൽ എന്ന പരിപാടിയിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടിയിരുന്ന് പരിപാടികൾ സംഘടിപ്പിക്കാനോ ആഘോഷങ്ങൾ നടത്താനോ പറ്റാത്തൊരു സന്ദർഭത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. എന്നിരുന്നാലും ഇങ്ങനെയൊരു സന്ദർഭത്തിലും SAO കടുങ്ങൂത്തി യൂണിറ്റ് ഓൺലൈൻ ആയിട്ട് ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചതിൽ അവർക്ക് വനിതാ ഹൽക്കയുടെ പേരിൽ ആശംസകൾ രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. തനിക്ക് പ്രിയപ്പെട്ടത് തൻ്റെ നാഥൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന നേർക്കാഴ്ച. ഇബ്രാഹിം നബി ഒഴുക്കിനെതിരെ സഞ്ചരിച്ച ആദർശധീരനായ മഹാൻ. ആ ആദർശ പിതാവായ ഇബ്രാഹിം നബിയുടെ മാർഗത്തിൽ നമുക്കും പിൻപറ്റാം. ഈ കോവിഡ് പശ്ചാത്തലത്തിൽ SAO കടുങ്ങൂത്തി യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ഈദ് മഹ്ഫിൽ എന്ന ഈ പരിപാടിക്ക് ദഅവത്ത് നഗർ ഏരിയയുടെ വനിതാ വിഭാഗത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെയും ഹാജറ ബീവിയുടെയും ത്യാഗോജ്വല ജീവിതത്തെ അനുസ്മരിക്കുന്നതാണല്ലോ ബലിപെരുന്നാൾ. ലോകമാകെ വ്യാപിച്ച ഈ കൊറോണ വൈറസ് മഹാമാരിയുടെ ദുരിതകാലത്തും സംഘ് പരിവാര വംശീയ പരീക്ഷണകാലത്തും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും കുടുംബത്തിൻ്റെയും ത്യാഗജീവിതം നമുക്ക് ആവേശമായി തീരേണ്ടതുണ്ട്, പ്രചോദനമാകേണ്ടതുണ്ട്. കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പരീക്ഷണ കാലത്തും ഭരണകൂട ഭീകരതയോട് പോരാടിക്കൊണ്ട് അതിൻ്റെ ഇരകളായവരോട്, ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട പാലത്തായി പെൺകുട്ടിയോട് ഈ ആഘോഷവേളയിലും നാം ഐക്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെയൊരു ഐക്യപ്പെടലിൻ്റെ
ബലിപെരുന്നാളാവട്ടെ ഈ ഒരു ബലിപെരുന്നാൾ. ഈ ബലിപെരുന്നാൾ സുദിനത്തിൽ SIO കടുങ്ങൂത്ത് യൂണിറ്റ് സംഘടിപ്പിക്കുന്ന മെഹ്ഫിൽ എന്ന ഈ പ്രോഗ്രാമിന് GIO ദാവത് നഗർ ഏരിയയുടെ എല്ലാവിധ സന്തോഷങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.